അങ്ങനെ ഈ വർഷത്തെ ഞങ്ങളുടെ കോളേജിലെ ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഗൂഗിൾ മാവേലി ഇതാ ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി മാവേലി എതിരേൽക്കണം, പൂക്കളം ഒരുക്കണം, എല്ലാത്തിനും നമ്മുടെ തരുണിമണികളും ചേച്ചിമാരും മുൻപന്തിയിൽ തന്നെ ഉണ്ട് കേട്ടോ. ഉദ്ഘാടന ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ആദ്യത്തെ പരിപാടി ഞങ്ങൾ ടീച്ചേഴ്സിൻ്റെ വക ഒരു കിടിലൻ ഡാൻസ് ആയിരുന്നു. ആകെ 3.5 മിനിറ്റ് പരിപാടി ഉള്ളുവെങ്കിലും എല്ലാവരും ടെൻഷൻ അടിച്ച് മരിച്ച ഒരു സമയമായിരുന്നു അതെ. ഇനി അടുത്തതായി മലയാളി മങ്ക മാരൻ മത്സരമായിരുന്നു. പിള്ളേർ ശരിക്കും പറഞ്ഞാൽ ജീവിക്കുകയായിരുന്നു ഈ മത്സരത്തിൽ, അതിലൊന്നും പറയാനില്ല. ഇപ്പോഴത്തെ ട്രെൻഡി ഗെയിമായ കപ്പ് വോക്കാണ് ഇനി അടുത്തത്. അപ്പോൾ ആ കപ്പിലൂടെ ഒന്നും ചവിട്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുക എന്നുള്ളതാണ് ഗെയിമിൽ പറയുന്നത്. പക്ഷേ ഈ ചെറുക്കനാണെങ്കിൽ എങ്ങോട്ടാണോ പോകുന്നത് ദൈവത്തിന് മാത്രം അറിയാം. ഇനി ഞങ്ങളുടെ സുന്ദരി കുട്ടികളുടെ ഡാൻസിൻ്റെ സെഷനായിരുന്നു അടുത്തത്. ഒരു പൂ ചോദിച്ചാൽ ഒരു പൂക്കാലം തന്നെ തരുന്ന എൻ്റെ സ്വന്തം കൂട്ടുകാരികൾ. ഇനി നമ്മളെല്ലാവർക്കും ഒഴിച്ചുകൂടാനാകാത്തൊരു ചടങ്ങ്, എൻ്റെ സ്വന്തം സെക്കൻഡ് സെമ്മിലെ കുട്ടികൾ. അടുത്ത മാസം എക്സാമാണ് എല്ലാവർക്കും. ഇതും ചിരിക്കുന്നുണ്ട്, പരീക്ഷയൊക്കെ എന്താവോ എന്തോ. ഓണസദ്യ ഇപ്രാവശ്യം ഞങ്ങൾ ടീച്ചർമാരും കുട്ടികളും എല്ലാവരും ഒരുമിച്ചിരുന്നാണ് ഓണസദ്യ കഴിച്ചത്. സദ്യയുടെ ആലസ്യത്തിൽ നിന്നും നമ്മൾ നേരെ പോകുന്നത് വടംവലി കാണാനാണ്. ഉഗ്രൻ വടംവലിയായിരുന്നു. ആ വടംവലിയിൽ അവസാനം ഞങ്ങളുടെ പച്ച പിള്ളേർ അടിപൊളിയായിട്ട് വിജയിച്ചു വന്നിരിക്കുകയാണ്. ഇനി കലാശക്കൊട്ട്, ഒരു ഫ്യൂഷൻ ചെണ്ടമേളമാണ്. എല്ലാവരും അറഞ്ചും പുറഞ്ചും അവിടെ കിടന്ന് ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു ഗേൾസ് കോളേജാണെന്ന് തോന്നും. പക്ഷെ ഞങ്ങളുടെ പുരുഷ കേസരികളൊക്കെ അവിടെ ഇവിടെയായിട്ടൊക്കെ നിൽപ്പുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സന്ദേശവുമായി എത്തുന്ന ഓരോ ഓണവും നമ്മുടെ കലാലയ ജീവിതത്തിലെ മനോഹരമായ ഓർമ്മകളിലൊന്നായി എന്നും നിലനിൽക്കട്ടെ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.